ഹായ് ഡിയേഴ്സ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. സെമി ടെസർ ബേസ് ആയിട്ടുള്ള, കാണുമ്പോൾ നമുക്ക് പ്യുവർ ടെസർ ഒക്കെ ആയിട്ട് തോന്നുന്നത് പിടിച്ചൊക്കെ നോക്കുമ്പോൾ, ബട്ട് സെമി ടെസർ പ്യുവർ ടെസർ വരുമ്പോൾ ഭയങ്കര റേറ്റ് ആയിരിക്കുമല്ലോ. അപ്പം സെമി ടെസർ ബേസ് ആയിട്ടുള്ള ഫാബ്രിക്കിൽ നമ്മുടെ നോർമൽ ടെസർ ടൈപ്പ് ഫുൾ ഇങ്ങനെ ടെസർ വീവിങ് ആണ്. പിന്നെ ഇതുണ്ടോ, ഇതിന് നല്ല ലെങ്ത് ഉണ്ട്, വിഡ്ത്തും ഉണ്ട്. ഫുൾ ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ പാറ്റേണിലാണ് ആ ഒരു വീവിങ് പോയേക്കുന്നത്. ആൻഡ് ഇതിന്റെ വെറൈറ്റി ഇതൊന്നും അല്ല, ഇതിന്റെ ദുപ്പട്ടയാണ്. ടോപ്പിൽ ഒരുപാട് കളർ ഓപ്ഷൻസിലാണ് നമ്മൾ ഈ സെറ്റ്സ് കൊണ്ടുവന്നിരിക്കുന്നത്, ബട്ട് എല്ലാം ലിമിറ്റഡ് ആണെന്നുണ്ട്. ഒരു ട്രഡീഷണൽ ലുക്ക് തോന്നുന്ന പോലത്തെ നല്ലൊരു ജൂട്ടിന് തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ് ജൂട്ട് ഫാബ്രിക് ആണ് ഇതിൽ ദുപ്പട്ടയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ദുപ്പട്ട വന്നിട്ട് ഈ ഒരു ക്രീം പോലത്തെ ഒരു കളർ ഷെയ്ഡിൽ ബേസ് കോമ്പിനേഷൻസിലാണ് നമ്മൾ ഈ ഒരു പ്രിന്റ് ചെയ്തേക്കുക. ആൻഡ് താഴെ ഭാഗത്ത് കണ്ടോ, ഫുൾ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പാറ്റേൺസ് ആണ് ഇതിൽ ആ ഒരു പ്രിന്റ് ആയിട്ട് പോയിരിക്കുന്നത്. നല്ലൊരു വെറൈറ്റി. നമ്മൾ ഇതുവരെ കണ്ടതിൽ നിന്നും നമ്മൾ നോർമലി ഇങ്ങനത്തെ സെറ്റ്സ് കൊണ്ടുപോകുമ്പോൾ ദുപ്പട്ടയും ഈ ടോപ്പിന്റെ അതേ ഫാബ്രിക്കാണ്, അതിൽ നിന്നും ഒരു ചേഞ്ച്ഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ്. എന്നാൽ എല്ലാവർക്കും ഇഷ്ടമാവും ഈ കളർ കോമ്പിനേഷൻ വന്നേക്കുന്നതുകൊണ്ട് തന്നെ. ദുപ്പട്ട ആൻഡ് ബോട്ടം കോൺട്രാസ്റ്റ് ആയിട്ട് വരും. ആൻഡ് ദുപ്പട്ടയിലെ പ്രിന്റ്സ് ടോപ്പിന്റെ ബേസ് കളേഴ്സ് പ്ലസ് അഡീഷണൽ ആയിട്ടുള്ള കളർ ഷെയ്ഡ്സ് ആണ് യൂസ് ചെയ്തേക്കുക. ആൻഡ് സെമി ടെസർ ബേസ് ആയിട്ടുള്ള ഫാബ്രിക് ആയതുകൊണ്ട് നമ്മൾ ഒത്തിരി റഫ് ആയിട്ട് യൂസ് ചെയ്യില്ല. മാക്സിമം നമ്മൾ പ്യൂർ ഫാബ്രിക്സ് യൂസ് ചെയ്യുന്ന പോലെ കുറച്ച് ഡ്രൈ ക്ലീൻ ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ വാഷ് ചെയ്യാതെ ഒന്ന് ജസ്റ്റ് ഡ്രൈ ചെയ്തൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ ഈ ടോപ്പ് ലാസ്റ്റ് ചെയ്യും. ദുപ്പട്ട നമുക്ക് വേണമെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്രസ്സസിനോട് വേണമെങ്കിലും പെയർ ചെയ്യാം. ഇതിൽ മെയിൻ ഹൈലൈറ്റ് ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്റ്റൈലാണ്. പിന്നെ നല്ല ഷെയ്ഡ്സുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത്, നല്ലൊരു പ്രീമിയം സ്റ്റൈലാണ്. ഇതാണ് അടുത്ത കളറിന്റെ ലുക്ക് വന്നിരിക്കുന്നത്. വെറും 1380 ഈ ഒരു ബ്യൂട്ടിഫുൾ സെറ്റിന്റെ പ്രൈസ് വന്നിരിക്കുക. എല്ലാം ലിമിറ്റഡ് ആണ്, വേണ്ട ഒരു ഫാസ്റ്റ് ആയിട്ട് ഓർഡർ പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഡിസൈൻ ആണ്, കാണുന്നതിന് മനസ്സിലാവുന്നില്ലേ. സെമി ടെസർ ബേസ് ആയിട്ടുള്ള ടോപ്പും ദുപ്പട്ട ഒരു സോഫ്റ്റ് ജൂട്ടാണ്. ഇതുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിടക്കും. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്രസ്സിനോട് വേണമെങ്കിൽ നമുക്ക് പെയർ ചെയ്യാം. സോ പിന്നെ ഞാൻ കാണിക്കുന്നെല്ലാം പെട്ടെന്ന് കാണിക്കാം. കളർ ഷെയ്ഡ്സിലുള്ള ആ ഒരു ഡീറ്റെയിലിംഗ് മനസ്സിലാവില്ല. ഇനി നമുക്ക് കളർ ഷെയ്ഡ്സിലുള്ള വേരിയേഷൻസ് മാത്രമേ വരുന്നുള്ളൂ. ദുപ്പട്ടയിൽ ടോപ്പിന്റെ ബേസ് കളർ പിന്നെ അഡീഷണൽ ആയിട്ടുള്ള കോമ്പിനേഷൻസ്. ഇത് വളരെ ലിമിറ്റഡ് ആണ് ആൻഡ് കുറച്ചധികം കളർ ഷെയ്ഡ്സ് വരുന്നുണ്ട്. അടുത്തത് ഈ ഒരു നല്ലൊരു മാംഗോ യെല്ലോ കോമ്പിനേഷനാണ് കൊടുത്തേക്കുന്നത്. ഇതിലെ ബേസ് കളർ കോമ്പിനേഷനാണ് ദുപ്പട്ടയിലെ പ്രിന്റ് പോയേക്കുക. ഇത് കുറച്ച് വെറൈറ്റി ആണ്, നമ്മൾ ഇതുവരെയും കണ്ടത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈലാണ്. ദുപ്പട്ടയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കും. ഡെയിലി വെയർ പർപ്പസിനൊക്കെ വേണമെങ്കിലും ഡിഫറെൻ്റ് ഡ്രസ്സസിനോട് വേണമെങ്കിലും പെയർ ചെയ്യാം ഈ ഒരു ടൈപ്പ് ഓഫ് ദുപ്പട്ട വന്നിട്ട്. സോ അപ്പം ഇത് സെമി ടെസർ ബേസ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് ടോപ്പിൽ കൊടുത്തോണ്ട് തന്നെ നമ്മൾ ഒത്തിരി റഫ് ആയിട്ട് യൂസ് ചെയ്യാൻ കൊള്ളത്തില്ല. മാക്സിമം ഒരു ഡ്രൈ ക്ലീൻ ഒക്കെ ചെയ്യുന്ന പോലെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്, ഇങ്ങനത്തെ ടൈപ്പ് ഫാബ്രിക്സ് വന്നേക്കുന്നുണ്ട്. എന്നാൽ ദുപ്പട്ട നമുക്ക് പിന്നെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്രസ്സസിനോട് വാഷ് ചെയ്തും ഒക്കെ യൂസ് ചെയ്യാം. സോ ഇതാണ് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത്. നല്ലൊരു സ്കൈ ബ്ലൂ ആണ്. വീഡിയോയിൽ കുറച്ചുകൂടെ ബ്രൈറ്റ് ആണ്, അത്രയും ബ്രൈറ്റ്നസ് ഇല്ല. ദുപ്പട്ടയാണ് ഒരു ട്രഡീഷണൽ പ്രിന്റഡ് പാറ്റേൺ ആണ് എൻ്റെ താഴെ ഭാഗത്ത് പോയേക്കുക. സോ ഇതാണ് അടുത്ത ഷെയ്ഡിന്റെ ലുക്ക് വന്നിരിക്കുന്നത്. നല്ല ഷെയ്ഡ്സ് ആണ് ഓരോ കളേഴ്സ്. നല്ല ഒരു റിച്ച് ആയിട്ട് നിൽക്കുന്ന ഒരു ഗ്രീൻ, സീ ഗ്രീൻ ബേസ് ആയിട്ടുള്ള കളറാണ്, ബ്ലൂ അല്ല. 1380 ഇതിന്റെ പ്രൈസ് വന്നിരിക്കുക. താങ്ക് യു.